എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 10ാം ദിവസം. ഓം മഹാദേവിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 10. സുധാ ധാരാ സാരൈശ്ചരണയുഗളാന്തർ വിഗളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാംനായ മഹസാ അവാപ്യ സ്വാം ഭൂമിം ഭുജഗ നിഭ മധ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വിവിഷി കുളകുണ്ഡേ കുഹരിണി. സുധാ ധാരാസാരേ ചരണയുഗളാന്തർ വിഗളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാംനായ മഹസാ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിപം അധ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വപിഷി കുളകുണ്ഡേ കുഹരിണി. സുധാധാര സാരൈശ്ചരണയുഗളാന്തർ വിഗളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാംനായ മഹസാ അവാപ്യസ്വാം ഭൂമിം ഭുജഗനിഭ മധ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വിവിഷി കുളകുണ്ഡേ കുഹരിണി. അല്ലയോ മഹാത്രിപുരസുന്ദരി, ശിരസിൽ സഹസ്രാരകമലത്തിൻ്റെ മധ്യത്തിലുള്ള ശ്രീചക്രരൂപമായ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന ദേവിയുടെ, നിന്തിരുവടിയുടെ എന്ന് പറഞ്ഞാൽ ദേവിയുടെ 2 ചരണങ്ങളുടെ മധ്യത്തിൽ നിന്നും പെരുകി ഒഴുകുന്ന അമൃതധാരാ പ്രവാഹം കൊണ്ട് സാധകൻ്റെ സമസ്ത നാഡികളെയും നനച്ച് ആ ചിച്ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പിന്നെയും തൻ്റെ വാസഭൂമിയായ സുഷുമ്നാധോഭാഗത്തിലുള്ള മൂലാധാര ചക്രത്തെ പ്രാപിച്ചിട്ട് തൻ്റെ രൂപത്തെ സർപ്പമെന്നുപോലെ 3.5 ചുറ്റോടുകൂടിയ മണ്ഡലാകാരമാക്കി കുണ്ടലിനി എന്ന നാമത്തോടുകൂടി ഉള്ളിൽ സൂക്ഷ്മദ്വാരമുള്ള ഒരു ഗുഹയിൽ ഇരിക്കുന്ന ആധാരകന്ധത്തിൽ നിന്തിരുപടി നിദ്ര ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ സഹസ്രദളപത്മത്തിൽ കൂടെ കുണ്ടലിനി ഓരോ അവസ്ഥയും കടന്ന് കുണ്ടലിനി ഉയർന്ന് പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം അല്ലയോ മഹാത്രിപുരസുന്ദരി, ശിരസിൽ സഹസ്രാര കമലത്തിൻ്റെ മധ്യത്തിലുള്ള ശ്രീചക്രരൂപമായ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന നിന്തിരുവടി എന്ന് വെച്ചാൽ ദേവിയുടെ 2 ചരണങ്ങളുടെ മധ്യത്തിൽ നിന്നും പെരുകി ഒഴുകുന്ന അമൃതധാര, ദേവിയുടെ 2 ചരണങ്ങളിൽ നിന്നും ഒഴുകുന്ന അമൃതധാരാ പ്രവാഹം കൊണ്ട് ഒരു സാധകൻ്റെ സർവ്വനാഡികളെയും നനച്ച് ചിച്ചന്ദ്രമണ്ഡലത്തിൽ നിന്നും പിന്നെയും തൻ്റെ വാസഭൂമിയായ സുഷുമ്നാ അധോഭാഗത്തിലുള്ള മൂലാധാര ചക്രത്തെ പ്രാപിക്കുന്നു. എന്നിട്ട് തൻ്റെ രൂപത്തെ എന്തു ചെയ്യും? ആ ഒരു സർപ്പം പോലെ ഇരുന്ന രൂപമാണ് മുകളിലോട്ട് പോയത്. അതിനെ വീണ്ടും പഴയ പോലെ ആക്കി 3.5 ചുറ്റോടുകൂടിയ ഒരു സർപ്പം എന്ന പോലെ മണ്ഡലാകാരമാക്കി കുണ്ടലിനി എന്ന നാമത്തോടുകൂടി എന്തു ചെയ്യുന്നു? തൻ്റെ പഴയ രൂപത്തിൽ എത്തിച്ചേരുന്നു. അപ്പം ഇത് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ കുണ്ടലിനിയുടെ സഹസ്രദള കമലത്തിലേക്കുള്ള ഗതിയും ഈ ശ്ലോകം കൊണ്ട് സഹസ്രാരത്തെ പ്രാപിച്ചിട്ടുള്ള സ്ഥിതിയും മൂലാധാര ചക്രത്തേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്തായിരുന്നു? കുണ്ടലിനിയുടെ സഹസ്രദള കമലത്തിലേക്കുള്ള യാത്ര, ആ ഒരു ഗതിയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ശ്ലോകം കൊണ്ട് ആ സഹസ്രാരത്തെ പ്രാപിച്ചിട്ട് അങ്ങ് സഹസ്രാരത്തിൽ ചെന്നിട്ട് വീണ്ടും ആ മൂലാധാര ചക്രത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ്. ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്ന അവസ്ഥയും അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരുന്ന അവസ്ഥയുമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. സുധാധാര സാരൈശ്ചരണയുഗളാന്തർ വിഗളിതൈ
പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാംനായ മഹസ അവാപ്യ സ്വാം ഭൂമിം ഭുജഗ നിപമധ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വ സ്വപിഷി കുളകുണ്ടേ കുഹരിണി. എല്ലാവർക്കും ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഈ സൗന്ദര്യലഹരിയുടെ ആദ്യ ഭാഗങ്ങൾ ദേവീ തത്വമാണ് പറയുന്നത്. ആ ദേവീ തത്വങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ത്രിപുരസുന്ദരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.